ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ നിങ്ങളെ എനിക്ക് കാണിച്ചേ പറ്റൂ. ഒന്ന് ഒരു സ്ത്രീയുടേതാണ്, ഒന്ന് ഒരു പുരുഷന്റേതാണ്. മുസ്ലിം സ്ത്രീകൾക്ക് കരിവളയിടാൻ മാത്രമല്ല അറിയുന്നത്, അവർക്ക് ആയുധം കയ്യിലെടുക്കാനും സാധിക്കുമെന്ന് അവർ തെളിയിക്കുന്നു. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിം പെൺകുട്ടി, സ്ത്രീയല്ല, ഒരു പെൺകുട്ടി, അവരെ പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ് അവരുടെ മുദ്രാവാക്യവും. ഇത് രണ്ടും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം, ഇന്ന് ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. പശുക്കളെ തല്ലിക്കൊല്ലുന്നതും മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതും ഒക്കെയായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ബംഗ്ലാദേശില് മൃഗങ്ങളോടും മനുഷ്യരോടും, അതായത് ഹിന്ദുക്കളോടുമാണ് ഇത് ചെയ്തതെങ്കിൽ, നാളെ ഈ അവസ്ഥ കേരളത്തിൽ വരില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? നിർമ്മല കോളേജില് ആ കുട്ടികൾ പറഞ്ഞ ഒരു മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ഞങ്ങൾ മെജോറിറ്റി ആയിട്ടുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നത് പോലെ കേട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരാവശ്യം ഇന്ന് ഞങ്ങൾക്കില്ലാന്ന്, അതായത് ഞങ്ങൾ മെജോറിറ്റി ആയി പോയി, ഇനി മുതൽ ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കുമെന്ന്. ഈ കുട്ടികൾക്ക് എവിടെ നിന്നൊക്കെ കോച്ചിങ് കിട്ടുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു നമസ്കാര സ്ഥലം വേണം, ഒരു റൂം വേണം എന്ന് പറഞ്ഞത് ആസൂത്രിതമായിട്ടായിരുന്നു എന്ന് പിന്നീട് മറ്റൊരു മതപ്രഭാഷകന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ആദ്യം നിങ്ങളുടെ പഠന റൂമില് ഒരു ബെഞ്ച് ഡെസ്കോ അങ്ങോട്ട് മാറ്റി നിങ്ങൾ 3 പേര്, ഒരാളെങ്കിലും ഒരാൾ നമസ്കരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ആ 3 പേര് 30 പേരാകും. അടുത്ത ക്ലാസ് മുറികളിൽ നിന്നും കുട്ടികൾ വന്നു തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്ത് നിന്ന് വന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റൂമിലെ ഒരു ക്ലാസ് മുറിയിൽ നിന്നും ഒരുപാട് ബെഞ്ചും ഡെസ്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമസ്കരിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലാസ് മുറി തന്നെ നിങ്ങൾക്ക് തരേണ്ടി വരും. അത് കഴിയുമ്പോൾ 100-300ഓളം ആളുകൾ നമസ്കരിക്കുന്ന ഒരു പള്ളിയാക്കാൻ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലെ ഇത്തരം രീതികൾ സഹായകമാകും. അങ്ങനെ ഒരു പള്ളി ആയതിനെ കുറിച്ച് മതപുരോഹിതൻ കുട്ടികളെ എക്സൈറ്റഡ് ആക്കി. ആദ്യം ഒരു കുട്ടിയാണ് നമസ്കാരം തുടങ്ങിയത്. പിന്നീട് അത് 3 കുട്ടികളായി, 30 കുട്ടികളായി, ഇന്ന് 300 കുട്ടികൾ നമസ്കരിക്കുന്ന, പുറത്തുനിന്ന് ആളുകൾ വന്ന് നമസ്കരിക്കുന്ന ഒരു പള്ളിയാക്കി തന്നെ, ജുമുഅ അടക്കം നടക്കുന്ന, ഒരു ദിവസം 5 നേരം വിളിച്ചുകൂക്കൽ അടക്കം നടക്കുന്ന ഒരു പള്ളിയായി രൂപാന്തരപ്പെട്ടു ഒരു കുട്ടിയുടെ നമസ്കരിക്കാനുള്ള പ്രതിഷേധം. ഇങ്ങനെയാണ് ഇവരെ എക്സൈറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. ബംഗ്ലാദേശിലെ ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന സാമൂഹ്യ സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളാൽ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കൃഷ്ണദാസ് എന്ന് പറയുന്ന അവരുടെ തന്നെ സംഘടനയുടെ നേതാവാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താ? രാജ്യദ്രോഹം. ഒരു കമ്പിൽ ഇവരുടെ സംഘടനയുടെ കൊടിയും ബംഗ്ലാദേശിന്റെ ഫ്ലാഗും ഒരുമിച്ച് കെട്ടി എന്നതാണ് ഇയാളെ രാജ്യദ്രോഹിയാക്കാനുള്ള കാരണം. എന്നിട്ട് 4-5 യൂണിവേഴ്സിറ്റികളിൽ ബംഗ്ലാദേശ് എന്താ ചെയ്യുന്നത്? ഇന്ത്യയുടെ ദേശീയ പതാക ചവിട്ടി അരയ്ക്കുന്നു. അതെ ലുമിയ, ആന്ധ്രയിൽ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു. കേരളത്തിൽ അതൊന്നും ശരിയാവത്തില്ല. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ ഒന്ന് നോക്കണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും രാജ്യദ്രോഹ കുറ്റമായി കണ്ട് ബംഗ്ലാദേശ് ഹിന്ദുക്കളെ അടിച്ചമർത്താനും ഒതുക്കാനും അടക്കി ഭരിക്കാനും ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഇത്തരം കെടുതികൾ കാരണം
ഭൂരിപക്ഷത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇവിടെ ഭൂരിപക്ഷം അങ്ങേയറ്റം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രഭാഷണമാണ് ഒരു കാക്കയുടെ. ഈ കാക്ക പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീറും വാശിയും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അവര് ഈ നാട് മുഴുവനും അവരുടേതാണ്, അവരടക്കി ഭരിക്കാൻ പോകുന്നു. എടാ ഇന്നവനെ നിങ്ങള് ഭാര്യമാരോട് വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ പറഞ്ഞോളൂ, വെള്ള സാരി വാങ്ങി കാത്തിരിക്കാൻ പറഞ്ഞോളൂ വത്സൻ തില്ലങ്കേരി നിങ്ങളുടെ ഭാര്യയോട്. എടാ കാര്യവാഹകേ, നിന്റെ ഭാര്യയുടെ വീട്, നിന്റെ മക്കള് പഠിക്കുന്ന സ്കൂളുകൾ, നിന്റെ വീട്, ഇതിലേക്കുള്ള വഴികൾ ഇതെല്ലാം ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? രഞ്ജിത് ശ്രീനിവാസനെ എങ്ങനെയാണോ ഞങ്ങൾ ഇല്ലാതാക്കിയത്, അതിനേക്കാൾ മാരകമായ രൂപത്തിൽ നിന്നെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പബ്ലിക്കായിട്ട് പറയുന്ന ഒരു പ്രഭാഷണമാണ്. അത് ഈ സാഹചര്യത്തിൽ ശക്തമാണെന്നും നമ്മൾ ഒന്നുകൂടി ഓർമ്മിക്കണമെന്നും തോന്നാനുള്ള കാരണം ബംഗ്ലാദേശിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ആരെങ്കിലും സംസാരിച്ചാൽ നമുക്കെതിരെ ഇതിനേക്കാൾ വലിയ രൂപത്തിലുള്ള കൊലവിളിയും തെറിവിളിയുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗം ഒന്ന് കേൾക്കുക. ഇനിയെങ്കിലും ചില ആളുകൾക്കൊന്ന് വെളിവ് വെക്കാനുണ്ട്, അവരൊന്ന് ചിന്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ തപ്പിയെടുത്തത്. തിരിച്ചറിയാതെ പോകരുത്. ആരൊക്കെയാണ് നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള RSSകാരെന്ന് ഈ നാട്ടുകാർക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. അതാണ് ഡൽഹി നമ്മളോട് വിളിച്ചു പറയുന്നത്, അതാണ് കഴിഞ്ഞ കാലത്ത് ഗുജറാത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞത്, അതാണ് ഇന്നലകളിൽ ഉത്തർപ്രദേശ് നമ്മളോട് വിളിച്ചു പറഞ്ഞത്, അതാണ് നമ്മളോട് ആസാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ പരിസര പ്രദേശത്തെ RSSകാരനെ അറിയാം? നിങ്ങൾക്ക് ഈ നാട്ടിലെ RSSന്റെ നേതാവിനെ അറിയോ? ഈ നാട്ടിലെ RSSകാരെ നിങ്ങൾക്ക് പകൽ വെളിച്ചത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇവിടെയുള്ള RSSകാരുണ്ടായില്ല. ഇവിടെ BOT സമരം നടന്നപ്പോ നിങ്ങൾ RSSന്റെ നേതാക്കന്മാരെ കണ്ടോ? കുടിവെള്ള പ്രശ്നമുണ്ടായപ്പോ നിങ്ങൾ RSSകാരെ കണ്ടോ? കഴിഞ്ഞ ദുരിത പ്രദേശത്ത് നിങ്ങൾ ഏതെങ്കിലും RSSന്റെ നേതാവിനെ കണ്ടോ? തീരദേശ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും RSSകാരെ കണ്ടോ? നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഏതെങ്കിലും RSSന്റെ നേതാവിനെ കണ്ടോ? നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് RSSന്റെ നേതാവിനെയാണ് ഉത്ഭുതരായ ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾക്കറിയുക? നിങ്ങൾക്ക് RSSന്റെ നേതാക്കന്മാരുടെ പേരറിയോ? RSS തങ്ങളുടെ നേതാക്കന്മാരെ വിളിക്കുന്ന പേരറിയോ? മനുഷ്യന്മാര് വിളിക്കുന്ന പേരല്ല അവർ വിളിക്കുക. ഇന്ത്യയിലെ മുഴുവൻ സംഘടനകള്, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികള് അവരുടെ നേതാക്കന്മാരെ വിളിക്കുക പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്നൊക്കെയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരിതാ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതാ, ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരിതാ, ഞങ്ങളുടെ മണ്ഡലം സെക്രട്ടറിമാരിതാ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഘടനകളൊക്കെ വിളിക്കാറ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇവരുടെ സംഘടനയുടെ ചില രീതികൾ അറിയാമോ? ബൈഅത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊന്നും പറയാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല. അള്ളാഹുവുമായി നേരിട്ട് ചെയ്യുന്ന ചില ദൃഢപ്രതിജ്ഞകൾ. അള്ളാഹുവേ, ഞാൻ എൻ്റെ ശരീരം, അതായത് ജീവൻ, ജീവിതം, എൻ്റെ സമ്പത്ത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ടിലും SDP മെമ്പറാകുന്ന ആളുകളുണ്ട്. അവരാണ് ഹിറ്റ് സ്ക്വാഡ് നേതൃത്വം നൽകുന്ന ആളുകൾ. ആരാണ് കൊല്ലപ്പെടേണ്ടത്? അതാണ് ഹിറ്റ് ലിസ്റ്റ്. ഇവർ നേരത്തെ തന്നെ ഇട്ടുവെക്കും. അയ്യോ, അവർ വേൾഡ് ജീവി. ഇപ്പോഴും നിങ്ങൾ എൻ്റെ സഹോദരൻ തന്നെയാണ്. ഇനി അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. നിങ്ങൾ എൻ്റെ സഹോദരിയാണ്, ഞാൻ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയാണ്. അങ്ങനെ കാണാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഒന്നാലോചിച്ചാൽ മതി, ഇവരെന്താണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്? അവർക്ക് എന്തുമാകാം. അവർക്ക് ആയുധ പരിശീലനം നൽകാം. ബംഗ്ലാദേശികളെയും അഫ്ഗാനികളെയും പാക്കികളെയും ഈരാറ്റുപേട്ട കൊണ്ടുവന്ന് ആയുധ പരിശീലനം കൊടുക്കാം. കേരളത്തിന്റെ അഗ്നിശമന സേനാ സൈന്യം പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം കൊടുക്കുന്നത് അടക്കം കണ്ടവരാണ് നമ്മൾ. അപ്പോൾ അവർക്ക് ഈ രാജ്യത്ത് എന്തും പറ്റും. പക്ഷേ മറ്റുള്ളവരുടേതാണ്. ഇവൻ നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോലവിടെ കിടക്കട്ടെ, ആരാന്റെ കണ്ണിലെ കരടും തപ്പിപ്പോവുകയാണ്. തീർന്നിട്ടില്ല കേട്ടോ.
മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യന്മാർ കേൾക്കാത്ത പേര് വിളിക്കുന്ന ഒരു കൂട്ടര RSS. ഇവിടെ സിദ്ദീഖാപ്പനെ UP-യിൽ വെച്ചിട്ട് ഹദ്രാസ് കലാപം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയെന്ന് പറഞ്ഞ് പിടിച്ചല്ലോ. ആ സമയത്താണ് ഇയാളുടെ കൂടെ അർഷാദ് എന്ന് പറയുന്ന ഒരാളും ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൊടുത്ത മൊഴി FIR ആക്കി NIA പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരാള് കൊല്ലാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ കൊല്ലണം, ആര് കൊല്ലണം, എപ്പോൾ കൊല്ലണം, അയാളെ ഇനി ആരാണ് സംരക്ഷിക്കേണ്ടത്, ഈ കൃത്യം കഴിഞ്ഞാൽ അയാൾ എങ്ങോട്ട് പോകണം, ഇതൊക്കെ പരിശീലനം നൽകുന്ന ഹിറ്റ് സ്ക്വാഡിന്റെ നേതാവായിരുന്നു സിദ്ദീഖാപ്പൻ എന്നായിരുന്നു. അപ്പോ നമ്മളൊടച്ചാൽ മൺകലം, നിങ്ങളൊടച്ചാൽ പൊൻകലം. RSSന്റെ നേതാവ് ആരാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്നെ ശ്രമിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, RSSന്റെ നേതാക്കന്മാരെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ? എന്താ RSSന്റെ നേതാക്കന്മാരുടെ പേര്? സഹകാര്യവാഹക്, ജില്ലാ കാര്യവാഹക്, ജില്ലാ സഹകാര്യവാഹക്, മണ്ഡലം കാര്യവാഹക്, ഭൗതിക പ്രമുഖ്, ശാരീരിക ശിക്ഷക്, പ്രചാരക പ്രമുഖ്, ദണ്ട്, കത്തി, മടി, വാള്, ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് RSSന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചമ്രവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്? നിങ്ങൾക്കറിയോ ഈ മണ്ഡലം കാര്യവാഹക് ആരാണ്? ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക്? അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ അന്വേഷിക്കണം. SDPIയുടെ പ്രവർത്തകർക്ക് നന്നായിട്ടറിയാം ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്. ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ ശാരീരിക ശിക്ഷകെന്ന്. ഞങ്ങൾക്കറിയാം ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖെന്ന്. അവന്റെ വീടറിയാം, വീട്ടിലേക്ക് പോകുന്ന വഴി അറിയാം, അവന്റെ ജോലി സ്ഥലം അറിയാം, അവന്റെ ഭാര്യ വീടറിയാം. ഇതൊക്കെ ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ പഠിച്ചു വെക്കുന്നുണ്ട്. എന്തിനാന്നറിയോ? തക്കം പാത്തിരിക്കുന്ന കൂട്ടരാ, നട്ടപ്പാതിലാക്ക് ഇറങ്ങുന്ന കൂട്ടരാ, ഡൽഹിയിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങാൻ സമയം കാത്തിരിക്കുക. അങ്ങനെ ഇറങ്ങുമ്പോ ഇവരെ കുറിച്ച് പഠിക്കുന്നത് ബുദ്ധിയല്ലല്ലോ. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്നലകളിൽ ഇവരെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇവരെ കുറിച്ച് പഠിക്കാതെ, ഇവരെ മനസ്സിലാക്കാതെ വർത്തമാന ഇന്ത്യയിൽ ജീവിക്കൽ സാധ്യമല്ല എന്ന് ഈ പൗരാവലിയോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. SDPI ഇവിടെ ആയതുകൊണ്ടാണ് ഇവരെ SDPI പോപ്പുലർ ഫ്രണ്ട്, ഇവർ RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണെന്ന്. അല്ല സുഹൃത്തെ, ഇറാനിൽ RSS ഉണ്ടോ? ലെബനനിൽ RSS ഉണ്ടോ? യമനിൽ RSS ഉണ്ടോ? ഇറാനില്, ഇറാഖില്, സിറിയയില്, പാകിസ്ഥാനില്, ബംഗ്ലാദേശില്, അഫ്ഗാനിസ്ഥാനില്, അവിടൊക്കെ നിങ്ങൾക്ക് ആരെയാണ് പ്രതിരോധിക്കേണ്ടത്? അല്ല, അതിനുവേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും SDPI എന്നും ഒക്കെയാണ് നിങ്ങൾ തള്ളിമറിക്കാറുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി 6 നാട്ടിൽ 100 പേരുകളിൽ ഇവരറിയപ്പെടുന്നു. അവിടൊക്കെ ആരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്നത്? സംശയം കൊണ്ട് ചോദിച്ചതാ. ഓക്കെ, ഇവിടുത്തെ RSSകാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ അയൽവാസിയായിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് പഠിച്ചു വരുന്നവരിലുണ്ട്. RSSകാർ RSSന്റെ മനസ്സിനെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചോദ്യം ചെയ്യുന്നത്. നട്ടപ്പാതിരാ കമ്പലമുറ്റത്ത് പോയിട്ട് RSSന്റെ ശാരീരിക ശിക്ഷകന്റെ മന്ത്രങ്ങൾ മനസ്സിൽ കൊത്തിവെക്കുന്ന മനസ്സിനെയാണ് SDPI ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്യാതെ ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾക്ക്, ഇന്ത്യയിലെ NRC വിരുദ്ധ സമരങ്ങൾക്ക് മുന്നോട്ട് പോവൽ സാധ്യമല്ല. അതുകൊണ്ട് പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യയിലെ പൗരാവലിയോട് RSSനെ തിരിച്ചറിയാൻ, RSS എന്ന് പറയുന്നത് തമാശയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയ ശാസ്ത്രമല്ല എന്ന് ഈ വൈകിയ വേളയെങ്കിലും തിരിച്ചറിയാൻ ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇഫ്താറിന്റെ ഈ ആവേശ കമ്മിറ്റിയിലാണ് അംഗത്വം എടുത്തിട്ട് ഓരോ ആളുകൾ നമ്മുടെ ചാറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് നിന്നെ കൊല്ലുമടി, തിന്നുമടി, തലവെട്ടുമടി എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നത്. ഈ ആവേശ പ്രസംഗകർ പിന്നീട് ഉണ്ടാകത്തില്ല. മുമ്പ് കോഴിക്കോട് ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ജനമഹാസമ്മേളനം എന്നും പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി. അതിനകത്ത് 4 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആളുകൾ പങ്കെടുത്തെന്ന് പറഞ്ഞു. അതിനകത്തെ മുഖ്യ പ്രഭാഷകൻ ഇവരുടെ തന്നെ ഇമാം കൗൺസിലിലെ ഒരു അഫ്സൽ കാസ്മി ആയിരുന്നു. അദ്ദേഹം വന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് രക്തസാക്ഷിയാകണമെന്ന് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് റെയ്ഡിന് വന്ന സമയത്ത് അഫ്സൽ കാസ്മിയെ കാണാനില്ല. കേരളത്തിൽ അഫ്സൽ കാസ്മിയെ മുങ്ങി. നമ്മളെ കാത്തിരിക്കുന്നത് ജയിലറുകളായിരിക്കും മക്കളെ എന്നൊക്കെ പറഞ്ഞു. കാക്കയ്ക്ക് ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് പോകാൻ മൂടില്ലായിരുന്നു. അങ്ങനെ കാക്ക അണികളെ പറഞ്ഞു വിട്ടിട്ട് കാക്ക കുടുംബത്തോടൊപ്പം സുന്ദരമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അങ്ങ് ജീവിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തെ വിശ്വസിച്ച് കയ്യും കാലും തലയും ഒക്കെ എടുക്കാൻ പോയവരുടെ ഗതി എന്തായി?
പുറന്തള്ളുന്നത് ജനാധിപത്യ ധർമ്മമല്ല എന്ന് മനസ്സിലാക്കുക. ജനാധിപത്യ പോലീസ് കിട്ടാൻ രാഹുൽ ഈശ്വരനെ വിളിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയോട് ചെയ്യുന്ന ഏറ്റവും അപകടകരമായ വഞ്ചനയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള ആരാണെന്ന്? ഇന്നലകളിലെ മതേതരവാദി, ഇന്നലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ന് മിസോറാം ഗവർണറാ, RSS-കാരന്റെ ഇഷ്ടദോരന്മാരാ, RSS-കാരന്റെ തമ്മാടിത്തരങ്ങൾക്ക് കറുത്ത കൗണിട്ട് കോടതിയിൽ നിയമസഹായം പറഞ്ഞു കൊടുക്കുന്നവരാ ശ്രീധരൻ പിള്ള എന്ന്. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഈ തെരുവോരത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയിലെ പൗരാവലിയോട് സമ്മതിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് RSS-നെ തിരിച്ചറിയരുത്. RSS രാജ്യത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ആയുധമെടുത്തിറങ്ങുമ്പോ RSS-ന്റെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തനത്തെ തടസ്സം സൃഷ്ടിക്കാൻ എവിടെയാണ് പിടിക്കേണ്ടതെന്ന് ഇന്ത്യയുടെ തെരുവോരം മനസ്സിലാക്കണം. ഡൽഹിയിലെ തെരുവോരങ്ങള് മനസ്സിലാക്കിയത് കൊണ്ടാ ഡൽഹിയിലെ പ്രക്ഷോഭങ്ങൾക്ക് അധികായുസില്ലാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് എന്ന മിഥ്യാധാരണയിൽ ഇരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ 5 ദിവസം മുമ്പ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ഏറ്റവും കൂടുതൽ സേഫ് സോൺ ആണെന്ന് കരുതിയ ജനതയാണ് ഇന്ന് തെരുവോരങ്ങളിൽ സ്വന്തം കൂടപ്പറപ്പിന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പ്രിയതമന്റെ ജീവനറ്റ ശരീരത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSS-കാർക്ക് ഒരു സുഗമമായ രാജ്യത്തെ, ഒരു സുന്ദരമായ രാജ്യത്തെ, ഒരു സമാധാനത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ കലുഷിതമാക്കാൻ അധികം സമയം വേണ്ട എന്ന് നാം തിരിച്ചറിയുക. ഡൽഹിയിൽ മരിച്ചു വീണ ഇവര് കാലുകുത്തിയിടത്തെല്ലാം സമാധാനം ഉണ്ടാക്കിയത് കൊണ്ട് കുഴപ്പമില്ല. ആളുകളും നെഞ്ചിലേക്കും തലയിലേക്കും പിറകിലേക്കും വെടിയുണ്ടകൾ ഏറ്റിട്ടാണ് മരിച്ചത് എന്ന് നാം തിരിച്ചറിയുക. കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ ലോകനാഥ് ബെഹ്റയുടെ പോലീസിന്റെ പോക്കറ്റിലിരിക്കുന്ന 2000 ചില്ലാനം ഉണ്ടകൾ കാണാനില്ല എന്ന് നിങ്ങൾ മറക്കരുത് കേട്ടോ. RSS-ന്റെ ആയുധപ്പുരയിൽ ആ ഉണ്ടകളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡിൽ പിടിച്ചെടുത്ത ഉണ്ടകളും ഗണ്ണും ഡിജിറ്റൽ രേഖകളും ഒക്കെ NIA പുറത്തുവിട്ടത് നമ്മൾ കണ്ടല്ലോ. ഇത് ഇവർക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത് എന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ശരി, തലയിലേക്ക്, നിങ്ങളുടെ മക്കളുടെ പുറകിലേക്ക് വെടിവെക്കാനുള്ള ഉണ്ടകളാണ് രാജ്യത്തിന്റെ ആഭ്യന്തര കസാലകളിൽ, ആഭ്യന്തര ഉള്ളറകളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. RSS ഒരു കാര്യം മനസ്സിലാക്കുക, 2020-ന്റെ ഇന്ത്യ 2002-ന്റെ ഇന്ത്യയല്ല എന്ന് തിരിച്ചറിയുന്നത് RSS-ന് നല്ലതാ. ഞങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളുടെ ഒച്ചന അനുജത്തിമാരെ നിങ്ങൾ കണ്ടില്ലേ? ചെറിയ കുഞ്ഞുങ്ങളെ മേന്തിക്കൊണ്ട് ഈ 3-ാം ദിവസവും ഈ സമര പോരാട്ടത്തിലേക്ക് ഇറങ്ങിയ ഞങ്ങളുടെ ഉമ്മമാരെ കണ്ടില്ലേ? ഡൽഹിയുടെ തെരുവോരങ്ങളിൽ സമരം നടത്തുന്ന ഞങ്ങളുടെ ഉമ്മമാരെ, സഹോദരിമാരെ നിങ്ങൾ കണ്ടില്ലേ? അവരുടെ കയ്യെ കരിവളയേന്തി മുഞ്ചി കാണിക്കാൻ മാത്രമുള്ളതല്ല എന്ന് RSS-കാരൻ തിരിച്ചറിയുന്നത് നല്ലതാ. അപ്പോൾ ആ ഉമ്മമാര് കരിവളയേന്താൻ വേണ്ടിയിട്ടു മാത്രമല്ല അവർക്ക് കൈകൾ, അവർക്ക് കറിക്കത്തി പിടിക്കാൻ മാത്രമല്ല അറിയുന്നത്. അത് ഞാൻ തെളിയിച്ചു തരാം. ആയുധമെടുത്ത് വരുമ്പോ നീ ആയുധാഭ്യാസത്തിൽ പഠിച്ച തന്റെ ഇടമുള്ള മിടിക്കുള്ള നിന്റെ കൈക്ക് പിടിക്കാൻ ഈ നാട്ടിലെ ജനാധിപത്യ ഇന്ത്യയിലെ ഉഷിലുള്ള ഉമ്മമാരുടെ കൈകളുണ്ട് എന്ന് RSS തിരിച്ചറിയുന്നത് നല്ലതാ. RSS-കാരാ ഇന്ത്യയുടെ തെരുവോരങ്ങളിലെ ജനകീയ സമരത്തെ സാക്ഷി നിർത്തി പറയുന്നു, നീ അർദ്ധരാത്രിയിലെ അഭ്യാസമുറക്ക് ഉപയോഗിക്കുന്ന ദണ്ഡുകൾക്ക് ഈ സമര പോരാട്ടത്തെ തടയാൻ സാധ്യമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാ. 350 രൂപ നാഗ്പൂർ ഓഫീസിലേക്ക് അയച്ചപ്പോ നിന്റെ കയ്യിലേക്ക് കിട്ടിയ ആയുധങ്ങളെ കൊണ്ട് ഈ ജനകീയ പ്രക്ഷോഭം നടത്തുന്നവരെ തളർത്താൻ സാധ്യമല്ല എന്ന് ഡൽഹിയിലൂടെ RSS പഠിക്കുന്നത് നല്ലതാ. ഈ ജനകീയ പോരാട്ടത്തിന്റെ മുമ്പിൽ തിരിഞ്ഞോടാൻ എടപ്പാളങ്ങാടിയിലെ പരിസരം RSS-ന് മതിയാകില്ല എന്ന് വിളിച്ചു പറയാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുകയാ. 2025 ആകുമ്പോ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കിയിട്ട് RSS 100-ാം വാർഷികം ആഘോഷിക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാ. സ്വപ്നം കണ്ടിരിക്കുന്ന RSS-കാരോട് ഇന്ത്യയിലെ തെരുവോരത്തെ സമര പോരാട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ സമര പോരാട്ടത്തിന്റെ പാതിവടിയിൽ ജീവൻ നഷ്ടപ്പെട്ട ശുഹദാക്കളെ സാക്ഷി നിർത്തി പറയുന്നു, 2025 RSS ആഘോഷിക്കാൻ പോകുന്നത് ജനാധിപത്യ ഇന്ത്യയില്, മതേതര ഇന്ത്യയില് 2025 RSS-ന്റെ ചരമവാർഷികമായിരിക്കും ആഘോഷിക്കാൻ പോകുന്നത് എന്ന് ഈ സമര പോരാട്ടത്തെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ആഗ്രഹിക്കുമ്പോൾ കുന്നോളം ആഗ്രഹിക്കണം, അപ്പോഴേ ഒരു കുരുവോളമെങ്കിലും കിട്ടും. ഇത് അവസാനിപ്പിക്കേണ്ട സമയമല്ല. ഇതേതൊക്കെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ ആസനം താങ്ങികളായ നിയമപാലകരുടെ ഉഷിലുള്ള വോട്ട് കാണുമ്പോ, ലാത്തി കാണുമ്പോ, മസൽ പവർ കാണുമ്പോ അവസാനിപ്പിക്കേണ്ട സമരമല്ല. ഇന്ത്യയിലെ എല്ലാ നിയമത്തെയും അനുസരിക്കാൻ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. നീതിക്ക് മുകളിലുള്ള നിയമത്തെ, ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാൻ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ. ഹിന്ദു കൊടിയും അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയും ഒരുമിച്ച് കെട്ടിയതിന്റെ പേരിലാണ് ഇസ്കോണിന്റെ നേതാവായിട്ടുള്ള കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തത്. അതിന്റെ പേരിലാണ് ഇക്കാണുന്ന പുകിലുകൾ അത്രയും.
ഇവിടെ എന്താണ്? ഇന്ത്യയുടെ